ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എനിക്ക് കഴിഞ്ഞാൽ ഇതും പിടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഇവിടെ ചെയറായിരുന്നു കിടക്കണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ ഇതിനെന്താ പറയുക, ദിവാങ്ങിട്ട് ഇതവിടെ വെറുതെ കിടക്കുക. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടു. ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, കാരണം ബെല്ല കയറി ഇതാക്കണതന്നെ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി ഫോൺ കാണുമ്പോൾ ഞാൻ ചിരിക്കണതാണ് കേട്ടോ. വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ സ്പീഡാക്കിയപ്പോഴാട്ടോ ഇങ്ങനെ കേൾക്കണത്. കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട്, പിന്നെ ഭയങ്കര കയറ്റാണ് നമ്മുടെ വീടിൻ്റെ അവിടെ. എന്നെ ഇപ്പോൾ കാണാൻ ഒരു ബസന്തിയുടെ ലുക്കൊക്കെ അതൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ മാറും കേട്ടോ. ഞാൻ എൻ്റെ മുഖമൊന്നും കഴുകിയിട്ടും കൂടി ഇല്ല. ബ്രഷ് ചെയ്തു, അപ്പോൾ വെറുതെ ഒന്ന് മുഖം കഴുകിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഇതേവരെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് ഒരു ഡേ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരു മണ്ടത്തരം ചെയ്തായിരുന്നു. ടെറസിൻ്റെ മുകളിൽ ഇത് മല്ലിയും മുളകും ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണക്കാൻ. 2-3-4 ദിവസമായി ഇടണേ. അപ്പം ഇന്നലെ ഇട്ടിട്ട് ഞാൻ വൈകുന്നേരം ഇങ്ങനെ ആലോചിച്ചു അമ്മയുടെ അടുത്ത് ചോദിച്ചാലോ, എടുത്തോ എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. ചേട്ടനും വിചാരിച്ചു അങ്ങനെ ചോദിച്ചാലോ എന്ന്. പിന്നെ രാത്രി ഉറങ്ങാനൊക്കെ കിടന്നൊരു ഞാനും ചേട്ടനും ഉറങ്ങിയപ്പോൾ നല്ലോണം ലേറ്റായി. ഞങ്ങൾ ഫോണൊക്കെ തോണ്ടി കിടന്ന് അങ്ങനെ. അപ്പോൾ അമ്മ വന്നിട്ടൊരു 11:30 തോന്നുന്നുണ്ട്. അമ്മ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇത് എടുക്കാൻ മറന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിത് ആലോചിക്കണേ, ചേട്ടനും എല്ലാവരും ഇത് ആലോചിക്കണത്. അപ്പോൾ അതവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്തായാവോ എന്തരും മഞ്ഞൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ 10 ദിവസം കൂടി ഉണക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് പോയി ഒന്ന് ഇടണം. അപ്പോൾ അതിന് പോവാം. കമോൺ. ഇന്നലെ ഇട്ടത് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. കാറ്റൊക്കെ വന്ന് പറന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഇവിടത്തെ ഇതൊക്കെ ഈ ഇലയൊക്കെ അടിച്ച് വരി കളയണം. അത് ഇന്നലെ ചെയ്യാൻ വിചാരിച്ചാൽ ഇന്നലെ മൊത്തത്തിലെല്ലാം മറന്നു പോച്ച്. അല്ലെങ്കിൽ അമ്മ ഉറക്കണതായിരുന്നു, മറന്നു പോയി. ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ടെ. പണിയെടുക്കാനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അകത്തുള്ള പണികൾ എടുക്കാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇങ്ങനെ പുറത്ത് ഇന്നും ഞാൻ തന്നെയാണ് കേട്ടോ ഇത് കൊണ്ടുപോയിടലും എടുക്കലും. ഞാൻ വൈകുന്നേരം അച്ഛൻ വരും സഹായിക്കാനായിട്ട്. രാവിലെ ഞാനും ചേട്ടനൊക്കെ ചിലപ്പോൾ അവനെ കുത്തിപ്പിടിച്ച് എഴുപ്പിച്ച് കൊണ്ടുപോകും. എനിക്കിഷ്ടമല്ല ഇങ്ങനെ വെയിലത്ത് നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത കാരനാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഹെയർ കെയർ ഒക്കെ ചെയ്തു തുടങ്ങിയെന്ന്. അപ്പോൾ അതിന് ഉണ്ടാക്കി വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. അത് നാശമായി പോണ കാരണം. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചു, തണവ് മാറണ്ടേ അതിന് വേണ്ടി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ചേമ്പന്താൾ ഉപ്പേരിയും പിന്നെ ഇത് ബീഫ് ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ഇതായിരുന്നു. കുറച്ച് പാത്രങ്ങൾ വരാം. ഞാൻ ഉണ്ണിയപ്പം തിന്നാ
മറ്റേ സിംഹത്തിൻ്റെ പോലെ ഉണ്ട് കാണാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹെയർ കെയർ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ദിവസം ചെയ്തില്ല വയ്യാണ്ടായിട്ട്. അപ്പോൾ അത് തേക്കാം ഗേൾസ്. അപ്പോൾ അത് തേക്കാം. ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഞാൻ, അല്ലെങ്കിൽ നാശമാവും. അടുത്ത വട്ടം തൊട്ട് നാശമാവണം ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇടില്ല എന്ന് തീരുമാനിച്ചത്. കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലേ, ഇത് ഞാൻ വെറുതെ തല കഴുകുള്ളൂ, ഷാമ്പു ഇട്ട് ആഴ്ചയിൽ 2 ദിവസം കഴുകുള്ളൂ. അപ്പം അത് കാരണം നമ്മളാ ഇടണ ഒരു സംഭവത്തിൻ്റെ ഒരു പേട്ട സ്മെല്ലൊന്നുമല്ല, എന്നാലും ഒരു സ്മെല്ലുണ്ട്. ഫ്രിഡ്ജ് വെച്ചിട്ട് തേക്കണ ഒരു ചെറിയതാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചായിരുന്നു. അതിന് വല്ല പനിയൊക്കെ വരും, അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ അസുഖങ്ങളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണം. പിന്നെ കുളിച്ചിട്ടൊക്കെ കാണാം കേട്ടോ. പിന്നെ എൻ്റെ നെക്സ്റ്റ് പണി അടിച്ച് വാരലും തുടയ്ക്കലാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് പണിയെടുക്കാൻ ഒരു മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ മടി പിടിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ ചില സമയത്താണെങ്കിൽ പണിയെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഡേ ആയിരുന്നു ഭാഗ്യത്തിന്. അല്ലെങ്കിൽ എന്താ, ഞാൻ കൂടെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെറുതെ അവിടെ ഇരുന്നേനെ. പിന്നെ വൈകുന്നേരമാണ് അടിച്ചു വരലൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുത്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 30-ാം തീയതിയും 31-ാം തീയതിയും ഡേ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടണത്. കാരണം പകുതി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നായിരുന്നു. അപ്പം അമ്മ വന്നപ്പോൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. ഭയങ്കര ഹാർഡാണ്, സോഫ്റ്റ് ആയിട്ടുള്ള പക്ഷെ വെട്ടത്ത് ഭയങ്കര ഹാർഡായിട്ട് നല്ലോണാവും. അവിടത്തെ അമ്പലത്തിന്റെ അടിവെട്ട് കളറാ പാമ്പ്. ജലവിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഗ്രാമത്തിലേക്കുള്ള ഒരു വലിയൊരു ടാങ്കാണ് കാണുന്നത്. അതിന്റെ പിന്നിലായിട്ട് മിക്കവാറും ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിന്റെ ഏറ്റവും പുറകിൽ നോക്കി പശ്ചിമഘട്ട മലനിരകള്. അപ്പോൾ അതേ ഞാനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഉമ്മർത്തിരുന്ന് എന്നും ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയും കേട്ടോ. കുറച്ച് നേരം ഫോണിൽ കളിക്കും, പിന്നെ വർത്താനമൊക്കെ പറയും. അപ്പോൾ അമ്മതേ ഒരു കോള് വന്നിട്ട് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് വയറുവേദനയും പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നണില്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാരണം അമ്മ എനിക്ക് അരിഷ്ടമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുടിക്കാൻ കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈ ദിവാങ്കോട്ടിൽ ഞാനും അമ്മയും കൂടി തികയണില്ല. 2 പേരും കുണ്ടുപണികളായ കാരണം സ്ഥലമല്ലേ ഇരിക്കാൻ. അപ്പോൾ തിങ്ങിയൊക്കെ ഇങ്ങനെ, എനിക്കാണെങ്കിൽ വീഡിയോയിൽ എൻ്റെ മുഖവും പകുതിയൊന്നും കാണാനും ഇല്ല. അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ, മധുരമുള്ളതാണ്. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തുണിയോളാണ് കേട്ടോ. അവരിങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ അവർക്ക് ചായയും കേക്കൊക്കെ കൊടുത്താട്ടോ. നല്ല രസം ഇവരുടെ ഓരോ വർത്തമാനങ്ങളൊക്കെ കേട്ടിരിക്കാൻ. ഓരോ ഇതിൽ ഞാൻ കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ല തിന്നാറ് മണ്ണെടുത്തിട്ട് അപ്പുറത്തേക്ക് വെക്കണ ഒരു പന്നി പോയിരിക്കും. വെറുതെ ഇങ്ങനെ സുഖമായി മറിച്ചിരിക്കുക, ഇരിക്കില്ല, കെടുക്കുക. ജോലിക്ക് പോയിക്കോളാം.
എന്താ അവധിയാ? അവന് എന്നും അവധിയല്ലേ? പണിക്കും പോവില്ല. അതെ അതന്നെ. പാട്ടും കേട്ട് എങ്ങനെ ജൂലി ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ടുള്ള കളികളാണ് കേട്ടോ. അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആര്യ, അപ്പോൾ ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് എന്നൊക്കെ. ഒരുത്തത് പ്ലം കേക്ക് കഴിക്കണുണ്ടോ, ചോറ് ഉരുളൊക്കെ ഉരുട്ടി കഴിക്കണ പോലെ കഴിക്കണം. ഇപ്പതേ നല്ല കുട്ടിയായിട്ട് ഹായും ടാറ്റയൊക്കെ തരും കേട്ടോ. കുറച്ച് നേരം ഒതുങ്ങിയിരിക്കും, പിന്നെ കുറുമ്പ് തുടങ്ങും ആളുടെ. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബീച്ചിൽ വെച്ചിട്ടുണ്ട്, ഈ പ്രാവശ്യം വേറെ ബീച്ച്. അവിടെ ഒരാളുണ്ട് കേട്ടാ, ആളിനെ കാണിച്ചു കൊടുത്തത് ഇഷ്ടത്തിലാണെന്ന്. ഈ ചേട്ടനെ കൂടെ ഡൈവോഴ്സ് ചെയ്യും. ഒരു കാര്യമില്ല, പണിക്ക് പോകാണ്ടിരുന്ന തിന്നണ ചേട്ടൻ കെടുക്കുള്ളൂ ചേട്ടാ. പിന്നെ വൈകുന്നേരം നമ്മുടെ അസോസിയേഷൻ്റെ ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോവാണ് ഞാൻ ചേട്ടനും കൂടി. അപ്പോൾ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തേക്കണം കേട്ടോ. ഇത് പരിപാടി കഴിഞ്ഞിട്ടുള്ള ഇതാട്ടോ, അതാണ് ആൾക്കാരൊന്നും കാണാത്തത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിങ് ടൈമിലുള്ളതാണ് കേട്ടോ.